ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ആൾക്കാരെ മുമ്പിൽ എന്നെ കൊച്ചാക്കാനുള്ള ഓരോ കളിയുണ്ടല്ലോ നിന്റെ. ഞാൻ അങ്ങോട്ട് വരുന്നത്, നീ ആരോട് ചോദിച്ചിട്ട് പുറത്തു പോയെ? ഞാനിവിടെ ഓഫീസിന്റെ മുന്നിൽ എത്തിപ്പോയി. നീ ഇന്ന് വൈകുന്നേരം ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്ക് അവിടെ എത്തിയിട്ടില്ലെങ്കിൽ ബാക്കി ഞാൻ വന്നിട്ട് പറയാം കേട്ടോടി. അൻസി, ഹാപ്പി വുമൻസ് ഡേ. Thank you. ഹരിത, ഗുഡ് മോർണിംഗ് Good morning. ആൻഡ് ഹാപ്പി വുമൻസ് ഡേ. Thank you, Keshu. ഹലോ. എടി നീ ആരാണ് അതിന്റെ വിചാരം? നീ ഇങ്ങോട്ടൊരു അക്ഷരം വേണ്ടി പോയിട്ട് നീ ആ കുട്ടി നിൽക്കാനുള്ള ഫോട്ടോ ഇൻസ്റ്റയിൽ ഇട്ടല്ലേ? നീ ആരോട് ചോദിച്ചിട്ടാണ് ആ ഫോട്ടോ എടുത്ത് ഇൻസ്റ്റയിൽ ഇട്ടാൻ? എന്റെ ഫ്രണ്ട്സ് എല്ലാവരും കാണുന്നതല്ലേ, ബാക്കിയുള്ള നാട്ടുകാരെല്ലാവരും കാണുന്നതല്ലേ? നീ ഇങ്ങോട്ടൊന്നും പണയണ്ട, നീ മാം പണയുന്ന കേട്ടാ മതി. ഞാൻ വീട്ടിലിരുന്ന് വൈകുന്നേരം വീട്ടിലിരുന്ന് ബാക്കി ഞാൻ പറഞ്ഞുതരാം. വെക്കടി ഫോണ്. അത് അങ്ങനെയല്ലെന്ന് ഞാൻ പറയാൻ വിചാരിച്ചു, പക്ഷെ നിങ്ങൾ അതിനുള്ളൊരു സമയം തന്നില്ല. ഒരു മിനിറ്റ്, ഞാൻ അങ്ങോട്ട് പറയട്ടെ. ഞാൻ പറയണൊന്ന് കേക്ക് ചെയ്യാതെയോ? ഓക്കെ, എന്നാ വെച്ചോളി. എന്തോക്കെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആണ് എന്തെങ്കിലും? പിന്നെ എപ്പോഴും ഉണ്ടാവുന്നല്ലേ ഇപ്പൊ. See Nafia, I want to say that you are a good person and you don't deserve this. ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് ഇങ്ങനെ അടഞ്ഞുകൂടി ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. Just you need to fly. So please, കഴിയുന്നതും ടോക്സിക് റിലേഷൻഷിപ്പ് ഒക്കെ ഒന്ന് ബ്രേക്കപ്പ് ചെയ്യും. And you want to be free. നല്ല റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കും. Okay? Okay. I am always here for you. Thank you for your concern. ഞാനിന്ന് എടി അവള് പറഞ്ഞോട്ടെ, നീ അങ്ങനെ പറക്കണ്ട.